ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച നമ്മുടെ 84-ാം ഭരണഘടനയുടെ ഭേദഗതി പരാജയപ്പെട്ടു. ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും സകലമാന രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ആഹ്ലാദത്തിൽ തുള്ളി തിമിർക്കുകയാണ്. പല മാധ്യമങ്ങളും എഴുതിയിരിക്കുന്നത് അമിത്ഷായുടെ ഇല്ലെങ്കിൽ മോദിയുടെ യുഗം, ഷാ മോദി കൂട്ടുകെട്ട് പൊളിയുന്നു, തീർന്നു BJP, തകർന്നു BJP, പ്രതിപക്ഷ ഒറ്റക്കെട്ടായി നിന്ന് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഡാപ്പികൾ ഇറങ്ങുന്നു, പല വഴിക്ക് ഇറങ്ങുന്നുണ്ട്. ഏതായാലും അന്തനാനെ കാണുന്നത് പോലെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവർക്കൊന്നും ഒരു കിണ്ടിയും മനസ്സിലായിട്ടുമില്ല. മനസ്സിലായ പുങ്കവന്മാർ, അതായത് മാധ്യമ പുങ്കവന്മാരൊക്കെ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. പക്ഷെ ഇപ്പോൾ വലിയ ആഘോഷങ്ങളില്ല. കാരണം കാര്യത്തിന്റെ കിടപ്പ് ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്നുണ്ട്, വിവരവും വിദ്യാഭ്യാസവും അറിവുമുള്ളവർ. ഏതായാലും അതൊക്കെ വായിച്ചിട്ടായിരിക്കാം ജനത്തിന് കുറച്ചെങ്കിലുമൊക്കെ ബോധം വെച്ചിരിക്കുന്നു. ഏതായാലും ഈ പരാജയപ്പെട്ടത് BJP ആണോ ഇവർ പരാജയപ്പെടുത്തിയത്, അതോ ഇവർ സ്വയം പരാജിതരാകുകയായിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സാധാരണ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമപരമായി ഇനി നമുക്ക് ഡീലിമിറ്റേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ ജനസംഖ്യ അനുപാതകമായി മണ്ഡലം പുനർക്രമീകരിക്കുക തന്നെ വേണം. അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒന്നാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. അത് ഫ്രീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ കവിഞ്ഞ് അപ്പുറത്തേക്കൊന്നും കഴിയില്ല. ഇനി നമുക്ക് നോക്കാം. 1971 ജനസംഖ്യ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ MP-മാരുടെയും ഈ മണ്ഡലങ്ങളുടെയും ഒക്കെ കണക്കെടുത്തിരിക്കുന്നത്. 1971 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയെന്ന് അറിയുമോ? 58 കോടി. 58 കോടി പേർക്കാണ് 543 സീറ്റ് ആയിട്ട് MP-മാരെ നിജപ്പെടുത്തിയിരിക്കുന്നത്. 52 വർഷം ഈ മണ്ഡല പുനർക്രമീകരണം നടത്താതെ ഭരണഘടനയുടെ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് അതിനെ ഫ്രീസ് ചെയ്ത് വെക്കാറ്. ആദ്യം ഇന്ദിരാഗാന്ധി, പിന്നീട് AB വാജ്പേയി സർക്കാരായിരുന്നു അതിനെ 25 വർഷത്തെ കൂടി ഫ്രീസ് ചെയ്ത് വെച്ചത്. അപ്പോൾ 2026 ആകുമ്പോഴേക്കും സ്വാഭാവികമായി അതിന്റെ കാലാവധി തീരുകയാണ്. 2021 2011 ഒരു സെൻസസ് നടന്നു, 2021 നടക്കേണ്ട സെൻസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കഴിയുമ്പോൾ നമ്മളുടെ ജനസംഖ്യ 140 കോടിയാണ്. അപ്പോൾ 58 കോടി പേർക്ക് 540 സീറ്റുകൾ ഇല്ലെ 543 MP-മാരാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അപ്പോൾ 140 കോടി ജനങ്ങൾക്ക് എത്ര MP-മാരുണ്ടാകും എന്നൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സീറ്റിന് അർഹരാകും. കേരളം പോലെയുള്ളവയ്ക്ക് സീറ്റ് കുറയാനും സാധ്യതയുണ്ട്. ഇന്നലെ അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ മണ്ഡല പുനർക്രമീകരണവും വനിതാ സംവരണ ബില്ലിന്റെ ഭേദഗതിയുമൊക്കെ അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ആർക്കും സീറ്റ് നഷ്ടമാകില്ല എന്ന് മാത്രമല്ല സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാം, എല്ലാവർക്കും 50% സീറ്റ് വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് 30 സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു, മറ്റു സംസ്ഥാനങ്ങൾക്കും സീറ്റ് ഉയരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ നിയമം അനുസരിച്ച് ഇപ്പോൾ പുതിയ ഈ മണ്ഡല പുനർക്രമീകരണം വരുമ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന് കിട്ടുന്നത് 17 സീറ്റാണ്. അതിൽ തന്നെ 33% സ്ത്രീ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. അത് സ്ത്രീകൾക്കായി മാറ്റിവെക്കണം. അങ്ങനെ ഈ 17-ൽ 7 വനിതകൾ കൊണ്ടുപോകും. പിന്നെ സംവരണ സീറ്റ് അത് ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ വല്ല 8 or 9 സീറ്റ് ജനറൽ സീറ്റായി മത്സരിക്കാൻ കിട്ടും. അപ്പോൾ എത്ര പേര് ആ സീറ്റിന് വേണ്ടി ഇടികൂടും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. 140 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ തെരുവിൽ കിടന്ന് തല്ലുന്ന ഇവരൊക്കെ കേവലം 8 സീറ്റിന് വേണ്ടി തമ്മിൽ തല്ലുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അത് അവരുടെ കാര്യം, നമുക്കതിൽ ഇടപെടേണ്ടതായ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും കൂട്ടിയേ കഴിയും. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും MP-മാരും MLA-മാരും വന്നു കഴിഞ്ഞാൽ അവരുടെ ശമ്പളം കൂടുതൽ കൊടുക്കണ്ടേ? അപ്പോൾ വലിയ നികുതി, നമ്മുടെ നികുതി എടുത്തിട്ടല്ലേ കൊടുക്കുന്നത്, അപ്പോൾ വലിയ ചെലവല്ലേ എന്ന് ചോദിക്കുന്നു. അത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാം. നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടെന്ന് കരുതുക. അവിടെ 10 സ്റ്റാഫ് വേണ്ടിടത്ത് ഒരു സ്റ്റാഫ് മാത്രമായ അവിടുത്തെ എന്തെങ്കിലും തരത്തിലുള്ള പണികൾ നടക്കുമോ? അപ്പോൾ നിങ്ങൾ പറയുമോ ഒരു സ്റ്റാഫിന് സാലറി കൊടുത്താൽ മതിയല്ലോ, പണിയൊന്നും നടന്നില്ല എന്താ എന്ന് ചോദിക്കുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ. കാരണം MP-മാരെ MLA-മാരെയും തെരഞ്ഞെടുത്ത് വിടുന്നത് അവർക്ക് ഈ പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം അവർക്ക് അലവൻസ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നടത്താനാണ്. ഇത് തന്നെയാണ് പഞ്ചായത്ത് മെമ്പർക്കും നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനസംഖ്യ ആനുപാതികമായി 140 കോടി ജനം, അതായത് ശരാശരി 10 ലക്ഷം പേർക്ക് ഒരു MP വെച്ചാണെങ്കിൽ തന്നെ 1400 MP വേണം നമ്മുടെ രാജ്യത്ത്. ഇനി പോട്ടെ 15 ലക്ഷത്തിനാണെങ്കിൽ പോലും 850 MP-മാർ വേണം. ഒരുപക്ഷെ 15 ലക്ഷത്തിലേക്ക് നിജപ്പെടുത്തുമായിരിക്കാം, അറിയില്ല. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം വരും സ്വാഭാവികമായി തന്നെ, ഞങ്ങളൊക്കെ കുടുംബാസൂത്രണം നടത്തി ജനസംഖ്യ കുറച്ചതാണോ തെറ്റെന്ന്? എങ്ങും കുറഞ്ഞിട്ടില്ല, കേരളത്തിൽ കൂടിയിട്ടേ ഉള്ളൂ. കാരണം കേരളത്തിന്റെ ഒരു വിസ്തീർണവും വലിപ്പവും അനുസരിച്ചിട്ടുള്ള ജനസംഖ്യയുടെ വ്യത്യാസം വരും. UP-യിൽ അത്രയും വലിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് അവിടെ 25 കോടി ജനം വന്നത്. കേരളത്തിന്റെ വിസ്തീർണമല്ല UP-ക്കുള്ളത്. UP-യിലെ 1-2 ജില്ലകളുടെ നീളവും വീതിയും വിസ്തീർണവും മാത്രമേ കേരളത്തിനുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ജനസംഖ്യ കുറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ കുടുംബാസൂത്രണം നടപ്പാക്കിയൊന്നും പറയണ്ട. അങ്ങനെ നടപ്പാക്കിയിരുന്നെങ്കിൽ മലപ്പുറം ജില്ല ഇപ്പോൾ വെട്ടിമുറിച്ചും മറ്റു ജില്ലകൾ സ്ഥാപിക്കണമെന്ന് പറയില്ലല്ലോ. മലപ്പുറത്തിന് MP സ്ഥാനം കൂട്ടണമെന്ന് പറയില്ലോ. അവിടെ ജനസംഖ്യ കൂടുതലാണ്, സ്വാഭാവികമായി തന്നെ 40 ലക്ഷത്തിനടുത്തുണ്ടെന്നാണ് പറയുന്നത്. പുതിയ സെൻസസ് വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും 40 എന്ന് പറയുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും വലുതാണ്.
അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വാദവും നിലനിൽക്കുന്നതല്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ജയിച്ചത് ശരിക്കും ആരാണ്? നിങ്ങളാണോ ബി ജെ പി ആണോ? ബി ജെ പി ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ ആ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഗാലറി ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ആ ഗാലറിയിൽ മുഴുവൻ ബി ജെ പിക്കാർ ഈ രാജ്യത്തുള്ള വനിതാ ആക്ടിവിസ്റ്റുകളെയും ഒപ്പം തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളെയും, അതായത് മുഴുവൻ ആ സീറ്റുകൾ മുഴുവൻ കൈയടക്കിയിരുന്ന വനിതകളാണ്. അവർ ഈ ബില്ല് പാസ്സാകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവരാരും ബി ജെ പിക്കാരല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ദില്ലിയുടെ മറ്റു തെരുവോരങ്ങളിലെല്ലാം വനിതകളെ ഈ ബില്ല് പാസ്സാകുന്ന ആഘോഷത്തിനായി തയ്യാറായി നിന്നിരുന്നു. അവരെല്ലാം ഇന്നിപ്പോൾ അവർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രകടനവും പ്രതിഷേധവും അവർ ആരംഭിച്ചിട്ടുണ്ട്. അവരെന്തിനാണ് പ്രതിഷേധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് മോദി അധികാരം തരാൻ തയ്യാറായിരുന്നു, അത് ഇല്ലാതാക്കിയത് ഈ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളുമാണ്, വനിതകൾക്കെതിരാണ് അവരെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഒരു പ്രകടനം പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇന്ന് രാജ്യം വ്യാപകമായി തന്നെ ബി ജെ പി അവരുടെ ഒരു വനിതാ പ്രതിഷേധ ദിനമായി ആചരിക്കുന്നു. എല്ലായിടത്തും വനിതകളുടെ മഹിളാമോർച്ചയുടെ വലിയ പ്രകടനം നടക്കും. ഈ പ്രകടനം അറേഞ്ച് ചെയ്യണമെങ്കിൽ 24 മണിക്കൂർ മുമ്പെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. അതിനർത്ഥം തോക്കുമെന്നറിഞ്ഞിട്ടും അവർ ഈ ബില്ലുമായി മുൻപോട്ട് വന്നത് നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകളുടെ കാര്യം സംസാരത്തിലേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വരും ദിവസങ്ങളിൽ സ്ത്രീകളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും, സ്ത്രീകളെല്ലാം കൂടി എന്ത് ചെയ്യാനാണ്? ഇനി അതിന്റെ കാര്യം കൂടി നമുക്ക് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബീഹാറിൽ ബി ജെ പിയും എൻ ഡി എയും ജയിച്ചു കയറിയത് എങ്ങനെയാണ്? സ്ത്രീകളായിരുന്നു മുൻപന്തിയിൽ വോട്ട് ചെയ്യാൻ നിന്നതും. പോളിംഗ് ശതമാനത്തിലേറെയും സ്ത്രീകളാണ് ചെയ്തത്. സ്ത്രീകൾക്ക് അവിടെ 10,000 രൂപ വെച്ച് നൽകിയതും മറ്റു ചില വികസന പ്രവർത്തനങ്ങൾ അവർക്ക് നൽകിയതുമാണ് സ്ത്രീ വോട്ടർമാരെ കൂടുതലായി ബി ജെ പിയിലേക്ക് അടുപ്പിച്ചു നിർത്തിയത്. ഇനി മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മുഖ്യമന്ത്രി 8 നിലയിൽ പൊട്ടുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 3ാം വട്ടവും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ, വലിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനെ ജയിപ്പിച്ചതും വനിതകളായിരുന്നു. അതായത് വനിതകൾക്കായി ആ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിലായിരുന്നു വനിതകളുടെ വോട്ട്. ഇനി മറ്റൊന്ന് നോക്കൂ, ഹരിയാനയിൽ ബി ജെ പി അമ്പയെ പരാജയപ്പെടുമെന്ന് പറഞ്ഞിടത്തും ഗുസ്തിക്കാരിറങ്ങി. ഒപ്പം തന്നെ ബി ജെ പിയിൽ ഉൾപാർട്ടി ജനാധിപത്യം, അതുപോലെ തന്നെ കർഷക സമരം, ഇതെല്ലാം പറഞ്ഞിട്ടും ഏക്കാതെ പോയതും വനിതകൾ വരിവരിയായി നിന്ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് ബി ജെ പിക്ക്. മഹാരാഷ്ട്രയിലും അവിടുത്തെ സർക്കാർ, ബി ജെ പി സർക്കാർ ചെയ്ത വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ കൂട്ടത്തോടെ വന്ന് ബി ജെ പി വോട്ട് ചെയ്തത്. കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി കയറിയതിനു ശേഷം 2 തരത്തിലുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെട്ടു. മുൻകാലങ്ങളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചിരുന്നെങ്കിൽ മോദി ചെയ്തത് യുവാക്കൾക്ക് വേണ്ടിയിട്ടൊരു വോട്ട് ബാങ്കും സ്ത്രീകൾക്ക് വേണ്ടി ഒരു വോട്ട് ബാങ്കും. അദ്ദേഹം കയറിയ നാൾ മുതൽ പറയുന്നത് നാരീശക്തി എന്നാണ്. അതിന്റെ പ്രതിഫലനമാണ് ഈ കാലങ്ങളിലൊക്കെയും വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കൊയ്യുന്ന നേട്ടം. അതായത് യുവാക്കളും ഒപ്പം തന്നെ ഈ സ്ത്രീകളും ഒന്നിച്ചു നിൽക്കുന്നുണ്ടാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയാത്തത്. ഇനി കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും എന്തുകൊണ്ട് ഇതിനെ എതിർത്തു എന്നുള്ള ഒരു സാമാന്യ ലോജിക്ക് പറഞ്ഞു തരാം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഗാന്ധി കുടുംബത്തിൽ, അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന കുടുംബത്തിന് അപ്പുറത്തേക്ക് ആരെയും വളർത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഒരു കുടുംബ പാർട്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ വനിതകൾ വരുന്നത്? അഖിലേഷ് യാദവിന്റെ പാർട്ടി എടുത്തു നോക്കൂ. അഖിലേഷും ഭാര്യയും കുടുംബവും മാത്രമാണ്. അതിലേക്ക് വേറൊരാളെ വരാൻ അവർ അനുവദിക്കില്ല. അവർക്കൊട്ട് താല്പര്യവുമില്ല. ഇനി ബംഗാളിലേക്ക് നോക്കൂ. മമതാ ബാനർജി ഒരു ഒറ്റയാൽ പട്ടാളമാണ്. അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, കൊണ്ടുപോകുന്നത്. അവിടെയും വനിതകളില്ല. ഇനി തമിഴ്നാട്ടിലേക്ക് വരാം. DMKയും, അതായത് സ്റ്റാലിന്റെ സഹോദരിയും മകനും മരുമകനും അങ്ങനെ അമ്മാവന്മാരും അടങ്ങുന്ന ഒരു സംഘമാണ് അവിടെയും ഉള്ളത്. ഇങ്ങനെ പോകുന്ന ഇത്തരം പാർട്ടികൾക്ക് വനിതകളെ സംഘടിപ്പിക്കാനോ തെരഞ്ഞെടുപ്പിൽ നേരിടാനോ കഴിയില്ല. ഇത് അവർക്കും ബോധ്യമാണ്. കാരണം വനിതകൾക്ക് ഇത്രയും സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടുന്ന് പോയി വനിതകളെ കൊണ്ടുവരും? ഇനി അഥവാ ആരെങ്കിലും വനിതകളെ കൊണ്ടുവന്ന ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഇവരുടെ കുടുംബാധിപത്യമുള്ള പാർട്ടിയാണ്. ഈവൻ ഉദ്ധവ് താക്കറയുടെ ശിവസേന പോലും. അങ്ങനെയുള്ളവർക്ക് ഇത് ജീവിതകാലത്ത് അനുവദിക്കാൻ കഴിയില്ല. ഇനി അവസാനമായി ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ ഈ ബിൽ പരാജയപ്പെട്ടാലും ഇത് ഓട്ടോമാറ്റിക്കായി ഈ രാജ്യത്ത് നിലവിൽ വരും, നിയമമാകും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഈ 2021 സെൻസസ് നടപടികൾ ഇപ്പോൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കുന്നത് 2027 27 ശേഷം ഇതിന്റെ പ്രോസസ്സിംഗ് വരുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ കൂട്ടിയേ പറ്റൂ. അന്നിത് എതിർക്കാൻ പോലും കഴിയുകയില്ല. അത് മാത്രമല്ല, എതിർക്കേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കായി മണ്ഡല പുനർക്രമീകരണത്തിലേക്ക് അത് നീങ്ങും. അപ്പോഴും അവരിവിടൊക്കെ തന്നെ ഉണ്ടാവും ബി ജെ പി. ഇപ്പോൾ ബി ജെ പിക്കാർ ഈ ബില്ല് തോക്കുമെന്നറിഞ്ഞിട്ടും ഈ സഭയിൽ കൊണ്ടുവന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണെന്ന് പറയാനും ഇനി ഈ സമീപകാലത്ത് നടക്കുന്ന ഇലക്ഷനിൽ അവർക്ക് സീറ്റുകൾ നേട്ടം കൊയ്യാനുമാണ്. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ, വെസ്റ്റ് ബംഗാൾ ഇത്തവണ ബി ജെ പി ഭരിക്കും. അതിൽ അവർക്ക് ലഭിക്കുന്ന ഒരു പറ്റം വോട്ടുകളിൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ ഉണ്ടാകും. ഇതൊരു കൊടുങ്കാറ്റായി അവർ ബംഗാളിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും. കാരണം ഇവരെ പ്രചരണം അല്ലെങ്കിൽ തന്ത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ശ്രീമതി പ്രിയങ്ക വദ്ര പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്.
നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ചാണക്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോലും നമിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ചാണക്യനേക്കാൾ വലിയ തന്ത്രം അറിയുന്ന വ്യക്തിയാണ് അമിത്ഷാ എന്ന്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യാന്, നിവൃത്തികേട് എന്നല്ലാതെ എന്തു പറയാൻ. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.